ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് ചെറിയ എമൗണ്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, അതായത് ഒരു 200 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് പിൻ കോഡ് ഒന്നും എൻ്റർ ചെയ്യാതെ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗൂഗിൾ പേയിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കാരണം നിങ്ങളുടെ ടൈം എല്ലാം സേവ് ചെയ്യാനും ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിൽ പോയി ഒരു 150 രൂപയെല്ലാം പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പിൻ ഒന്നുമില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സെറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിനായി ആദ്യം നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ക്രീനാണ് ലഭിക്കുക. ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ വന്നിരിക്കുന്നത്. ഈ പ്രൊഫൈൽ ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ UPI ലൈറ്റ് പേ പിൻ ഫ്രീ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആഡ് മണി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UPI ലൈറ്റിലേക്ക് നമ്മൾ പണം ആഡ് ചെയ്യണം. ഇപ്രകാരം നമുക്ക് മാക്സിമം ആഡ് ചെയ്യാവുന്ന രൂപ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് 200 രൂപ അല്ലെങ്കിൽ 200 രൂപയിൽ കുറവ് പേയ്മെന്റ് എല്ലാം നടത്തുമ്പോഴാണ് നമ്മൾ ഈ പിൻ ഫ്രീ ഫീച്ചർ നമുക്ക് എനേബിൾ ആവുക. അപ്പോൾ ഇത് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ UPI ലൈറ്റിലേക്ക് എത്ര എമൗണ്ട് ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം എന്ന് പറയുന്നത് 2000 രൂപയാണ് ആഡ് ചെയ്യാൻ സാധിക്കുക. 2000-ൽ താഴെ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഉദാഹരണമായി 100 രൂപ, 500 രൂപ, 1000 രൂപ, ഇനി നിങ്ങൾക്ക് 400 രൂപ, 300 രൂപ, ഇപ്രകാരം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. എന്നാൽ മാക്സിമം എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ 2000 എന്ന് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ മാക്സിമം എമൗണ്ട് നമ്മുടെ UPI ലൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക 2000 രൂപയാണ്. ഇപ്പോൾ ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 500 രൂപ ഈ ഒരു UPI ലൈറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഞാൻ 500 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആഡ് 500 എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ നമുക്ക് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ 500 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മോട് UPI പിൻ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ UPI പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആഡിങ് മണി ടു UPI ലൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടിക്ക് മാർക്ക് വന്നതിന് ശേഷം UPI ലൈറ്റ് ഈസ് റെഡി 500 ആഡഡ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 500 റുപ്പീസ് ഡെബിറ്റഡ് ഫ്രം അക്കൗണ്ട് നമ്പർ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ UPI ലൈറ്റ് അക്കൗണ്ടിലേക്ക് ആഡായി. ഇനി നമ്മൾ ഹോം പേജിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും UPI ലൈറ്റ് ബാലൻസ് എന്ന് 500 എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എപ്രകാരമാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഷോപ്പിലെല്ലാം കയറി നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെന്റ് എല്ലാം നടത്തണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള ആർക്കെങ്കിലുമാണ് പണം അയക്കേണ്ടത് എങ്കിൽ പേ കോണ്ടാക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടി പേ കോണ്ടാക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒരാളുടെ പേര് ഇവിടെ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒരു 100 രൂപ അയക്കണമെന്ന് കരുതുക. അപ്പോൾ പേ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ 100 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് 100 രൂപ നമ്മൾ അയക്കുകയാണ്. ഇത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം UPI ലൈറ്റ് ബാലൻസ് ഇവിടെ വന്നിട്ടുണ്ട് 500 രൂപ. അതുപോലെ അതിന് താഴെയായി പേ 100 പിൻ ഫ്രീ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ UPI അക്കൗണ്ടിൽ നിന്നും പിൻ ഫ്രീ ആയി നമുക്ക് ഈ 100 രൂപ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നമ്മൾ പിൻ ഒന്നും ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്രകാരം ഞാൻ ഇത് ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിൻ ഇല്ലാതെ തന്നെ ഈ ഒരു എമൗണ്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡൺ എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേ അക്കൗണ്ടിലേക്ക് പേ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം 300 റുപ്പീസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്.
അതിനുശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പേ 300 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ പിൻ ഫ്രീ എന്ന ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ 200 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടുകൾക്കെല്ലാമാണ് നമുക്ക് പിൻ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ലഭിക്കുക. അതുപോലെ നമ്മൾ ഇത് ബാക്ക് ചെയ്ത് നമ്മുടെ ഹോം പേജിൽ പോവുകയാണെങ്കിൽ നമ്മുടെ UPI ലൈറ്റിൽ ഇതിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 500 രൂപയിൽ നിന്ന് 100 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് UPI ലൈറ്റ് ബാലൻസ് 400 രൂപ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്രകാരം നിങ്ങൾക്ക് ചെറിയ എമൗണ്ടുകൾ, അതായത് 200 രൂപ 200 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ എല്ലാം നിങ്ങൾക്ക് UPI ലൈറ്റ് ബാലൻസ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ UPI ലൈറ്റിലേക്ക് കൂടുതൽ പണമെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഇതിനായി നമ്മൾ വീണ്ടും പ്രൊഫൈൽ ഐക്കണിൽ പോയതിനു ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം UPI ലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 400 റുപ്പീസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് മാക്സിമം ആഡ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1600 രൂപയാണ്. അതായത് നമ്മുടെ UPI ലൈറ്റിൽ മാക്സിമം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ UPI ലൈറ്റ് ബാലൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എമൗണ്ട് എന്നതിൽ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് എൻ്റർ ചെയ്തതിനു ശേഷം ആഡ് മണി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ UPI ലൈറ്റ് ബാലൻസിലേക്ക് ആ എമൗണ്ട് ആഡ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ UPI ലൈറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ആവശ്യമില്ല എങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഫീച്ചർ ആവശ്യമില്ല എങ്കിൽ ഇവിടെ ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് UPI ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇത്തരത്തിൽ ഡിലീറ്റ് UPI ലൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു UPI ലൈറ്റിൽ നമ്മുടെ ബാലൻസ് 400 രൂപയുണ്ട്. അതിനാൽ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇത്തരത്തിൽ നമ്മൾ ഇത് ഡിലീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു UPI ലൈറ്റ് ഫീച്ചർ ഇത് ഡിലീറ്റ് ആയി എന്നാണ് കാണിക്കുന്നത്. അതുപോലെ അതിലുണ്ടായിരുന്ന 400 രൂപ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്രകാരം വീണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ പോയതുപോലെ UPI ലൈറ്റ് എന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം ആഡ് മണി എന്നതിൽ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് പുതിയ UPI ലൈറ്റ് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഇത് ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.